നമ്മൾ അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുന്നത് ഭഗവാനെയാണ്. ചാർധാമുകളിലാണെങ്കിലും കുമാരനെല്ലൂരാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നത് ഭഗവാനെയാണ്. വൃന്ദാവനൊക്കെ പോകുമ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായത് കാണാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഭഗവാൻ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന 5 വസ്തുക്കളാണ് വൃന്ദാവനത്തിലുള്ളതെന്നാണ് പൊതുവിൽ പറയുന്നത്. അതിലൊന്ന് വൃന്ദാവനത്തിലെ മണ്ണാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ മണ്ണ്, ഭഗവാൻ വെച്ച് നടന്ന മണ്ണ് തന്നെയാണ് നമ്മളും. നമ്മുടെ ഈ പാദങ്ങൾ അതിലാണ് സ്പർശിക്കാറുള്ളത്. രണ്ടാമത്തെ വസ്തുവായിട്ട് പറയാറുള്ളത് യമുനയാണ്. യമുന ഭഗവാന്റെ കാലത്തുള്ള അതേ യമുന നദി തന്നെയാണ്. വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാവും, എന്നാലും യമുന തന്നെയാണ്. മൂന്നാമതായിട്ട് പറയാറുള്ളത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ കടമ്പ വൃക്ഷങ്ങളാണെന്നാണ്. അതിന്റെ സാന്നിധ്യം ഇന്നും അവിടെ കാണാൻ തുടങ്ങി. ദീർഘമായിട്ട് നമ്മളിപ്പോൾ വൃന്ദാവനത്തിൽ പോയ ആളുകൾക്ക് അറിയാം, ഒരു ദിവസം ഉണങ്ങിയതുപോലെ നിൽക്കുന്ന കടമ്പ വൃക്ഷം പിറ്റേ ദിവസം തളിരിട്ടതായിട്ട് കാണുന്നു, അല്ലേ? അങ്ങനെയുള്ള ഭാഗങ്ങൾ. അതാണ് മൂന്നാമതായിട്ടുള്ള അടയാളം പറയാനുള്ളത്. നാലാമതായിട്ട് പറയാനുള്ളത് ഗോവർദ്ധനഗിരിയാണ്. അത് ഭഗവാൻ ഉണ്ടായിരുന്ന കാലത്തുള്ള വലിപ്പത്തിലല്ല ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിലും ഗോവർദ്ധന അവിടെ ഉണ്ട്. പരിക്രമണമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അഞ്ചാമത് എന്താ നിങ്ങൾ പറയണം, ഞാൻ ഒറ്റയ്ക്ക് പറയില്ല ഒന്നും. ഒന്ന് യമുന, വൃന്ദാവനത്തിലെ മണ്ണ്, കടമ്പ വൃക്ഷം, ഗോവർദ്ധനഗിരി. 5 ഓഫ് കോഴ്സ് യെസ്. കുറച്ചും കൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ രാധ. ഈ 5 വസ്തുക്കൾ അല്ലെങ്കിൽ ഈ 5 അടയാളങ്ങളാണ് ഭഗവാന്റെ കാലത്ത് ഉണ്ടായിരുന്നത്, ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മളവിടെ കാണുന്ന ഇപ്പൊ നിധിവനാണെങ്കിലും അല്ലെങ്കിൽ റാവലിലെ വീടുകളാണെങ്കിലും ഒക്കെ കൺസ്ട്രക്ഷൻസ് നടന്ന കാലഘട്ടം പിന്നീടാണ് പറയാം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷമാണ് കൺസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് വൃന്ദാവനത്തിൽ വന്നതാണ്. പക്ഷെ ഭഗവാന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഇതൊക്കെ നമ്മൾ പോകുന്ന ഭൂമിയൊക്കെ തന്നെ. അവിടെയൊക്കെ നമ്മൾ പോകുന്നത് പൊതുവിൽ ഭഗവാനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ കാലത്ത് ഭഗവാൻ തൊട്ടും തലോടിയും നടന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദങ്ങൾ പതിഞ്ഞ ഭൂമിയിൽ നമുക്കും അല്പസമയം ചെലവഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മോക്ഷയുടെ ഒക്കെ ബാനറിൽ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള യാത്രകൾ നടത്തുന്നത്. നമ്മൾ തിരയുന്നത് ഭഗവാനെയാണ്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനാണ് നമ്മൾ യാത്ര നടത്തുന്നത്. പലപ്പോഴും ഡൽഹിയിൽ പോയി ഒരു 2-2.5 മണിക്കൂർ ബസ്സിലിരുന്ന് വൃന്ദാവനത്തിൽ എത്തി. ഞാൻ എൻ്റെ ആദ്യത്തെ വൃന്ദാവന യാത്രയിൽ ഇതാണോ വൃന്ദാവനം എന്ന് തോന്നുന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കുറെ ഗലികളും അല്ലെങ്കിൽ തിരിയുന്ന പശുക്കളും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വൃന്ദാവനം ഇന്നും കുറെ ഗോപസ്ത്രീകളുടെ വേഷമൊക്കെ കെട്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ അങ്ങനെ പൈക്കളെ കറന്നും വെണ്ണയൊക്കെ വിറ്റ് ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെ ഒരു ഗോവർദ്ധനഗിരി ഉണ്ട്. അവിടെ എപ്പോഴും അവിടുത്തെ ആളുകളൊക്കെ പണ്ടത്തെ ഗോപപാലന്മാരുടെ വേഷം കെട്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു വൃന്ദാവനമേ ആയിരിക്കില്ല നിങ്ങൾ ആരും കണ്ടത് ഞാൻ കരുതുന്നു. പക്ഷെ ആ വൃന്ദാവനം കാണാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു അകക്കണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ ആധ്യാത്മിക യാത്രകളുടെയും ഉദ്ദേശലക്ഷ്യം. ആ കണ്ണുകൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഇടയിൽ തന്നെ ഗുരുവായൂരപ്പനെ കണ്ട ആളുകൾ ഉണ്ടായിരിക്കാം. ഞാൻ അതിനെ മാനിക്കുന്നു, ഞാൻ അതിനെ കൂടുതലായിട്ട് ബഹുമാനിക്കുന്നു, അങ്ങനെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ. ബട്ട് മോർ ഓവർ ഭഗവാനെ അനുഭവിക്കാനാണ് കൂടുതൽ പേർക്കും സാധിക്കുക, കാണുന്നതിലുപരി. ഫീലിംഗ് എന്ന് പറയില്ലേ നമ്മൾ സാധാരണ, അനുഭവിക്കാനാണ് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, പല ആൾക്കാരൊക്കെ എന്നെ ഫോൺ ചെയ്തൊക്കെ പറയാറുണ്ട്, കുട്ടി ഒരു അനുഭവം പറയാനുണ്ടെന്ന്. ഓടക്കുഴലിന്റെ വിളി കേട്ടു, അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഒരു വെളിച്ചം കണ്ടു. അനുഭവങ്ങളാണ്. ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞും പോലും അവരെന്നെ വിളിച്ച് ആദ്യം പറയുന്നുണ്ട് ഒരു അനുഭവം പറയാനുണ്ടെന്ന്. കാരണം അത് അവർ ഫീൽ ചെയ്യുക ചെയ്ത്. കാണും എന്നുള്ള വാക്ക് പറയുമ്പോൾ പോലും മാറ്റി പറയും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ചെല്ലുന്ന പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഭഗവാനെ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. നമ്മുടെ ഉദ്ദേശം ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പേരിന് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള മോക്ഷ എന്നുള്ള വാക്കിന് തന്നെ അനുഭവം നടത്തുന്നുണ്ട്. ഏതനുഭവം? ആനന്ദത്തിന്റെ പരകോടിയിലുള്ള അനുഭവമാണ് മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ പോയി എന്നുള്ളതാണ് സാമാന്യർത്ഥം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികളോടൊക്കെ, മുത്തശ്ശിമാരൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ളത്. എന്നോട് മുത്തശ്ശി വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് നാമം ജപിക്കാൻ പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണല്ലോ അവരൊക്കെ.
നാമം ജപിക്കണത് എന്തിനാണ് എന്ന് കുട്ടി തിരിച്ചു ചോദിക്കുന്ന കാലഘട്ടമാണ് ജെൻസിയും ജെൻ ആൽഫയിലും കൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികളോട് കുട്ടികളുടെ ഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് വലിയ അപകടമാണ്. നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് പോലും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പെരുമാറേണ്ട അവസ്ഥയിലാണ് നമ്മുടെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയോട് മുത്തശ്ശി പറഞ്ഞു, മോളെ നീ സന്ധ്യാസമയത്ത് ഇങ്ങനെ വെറുതെ സമയം ഫോണിൽ നോക്കി കളയാണ്ട് വല്ല നാമം ജപിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ഫോണിലൊക്കെ ഉള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉണ്ടല്ലോ, അതിനുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇന്റലിജൻസ് ആ. കുട്ടികൾക്ക് നോർമൽ ഇന്റലിജൻസ് ഉണ്ട്. സോ ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. ദയവായിട്ട് അവര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് നേരെ തിരിഞ്ഞ് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ വിരോധാഭാസമായിട്ട് കണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പന്റെ ഭക്തർ ചെയ്യേണ്ടത്. അതിന്റെ ഉദാഹരണം ഞാൻ വഴിയെ പറയാം. കാരണം ഗുരുവായൂരപ്പൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നിരുന്ന ഒരാളായിരുന്നു. ഈ തലതെറിച്ച ചോദ്യങ്ങൾ എന്ന് ഭഗവാൻ നോക്കൂ. നിങ്ങളുടെ വീട്ടിലിപ്പോ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പൂജ, എല്ലാ വർഷവും കാരണവന്മാർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് വിചാരിച്ചോളൂ, ശ്രാദ്ധോ വട്ടവർ. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി പറയാണ്, ഇനി മുതൽ ശ്രാദ്ധം നടത്തേണ്ട മുത്തശ്ശി, നമുക്ക് മലയെ പൂജിക്കാന്നുള്ള, നിങ്ങൾ എന്താ ചെയ്യുക? വീട്ടിൽ പോയി പറഞ്ഞ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾ മൂക്കട്ടെ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ വന്നാൽ മതി എന്നാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു മുത്തശ്ശി കുട്ടിയോട് പറഞ്ഞതാണ് അത്ര, നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നു. കുട്ടിയുടെ അവസ്ഥയിൽ കുട്ടി തിരിച്ചു പറയുന്നത് മുത്തശ്ശിക്കാണ് ഇത് ആദ്യം കിട്ടാൻ പോകുന്നത്, മുത്തശ്ശിയെ കൂടുതൽ ചൊല്ലേണ്ടതെന്നാണ്. കാരണം അതിന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തുനിന്ന് പോണതാണെന്നാണ് പൊതുവിലുള്ള വ്യാഖ്യാനം. യഥാർത്ഥത്തിൽ മോക്ഷാനുഭവമാണ്. മോക്ഷം കിട്ടുക, മോക്ഷം കാണാനോ സാധിക്കില്ല. മോക്ഷം നേരത്തെ പറഞ്ഞ പോലെ അനുഭവിക്കാനേ സാധിക്കുള്ളൂ. അതിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കാം ചിലപ്പോൾ, ചെറുതോ വലുതോ, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ഒരു ജോലി തന്നെ ഉണ്ടല്ലോ അല്ലെ, ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അവിടെ ചെല്ലുമ്പോൾ മോക്ഷം കിട്ടിയ ആൾക്കാർ, പോണ വഴിക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ശരീരം ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അവിടെ പോയിട്ട് എല്ലാവർക്കും കിട്ടിയ മോക്ഷം എന്ന് പറയുന്നത് അനുഭവമാണ്. 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് 18 പടികൾ കയറി ഭഗവാനെ ചെന്ന് കാണുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദാവസ്ഥയാണ് അവിടെ മോക്ഷം എന്നുള്ളത് ഉദ്ദേശിച്ചത്. ശ്രീമദ് ഭാഗവതത്തിന് വൃന്ദാവനത്തിൽ ഭഗവാൻ മുരളി ഊതുന്ന സമയത്ത് ഗോപസ്ത്രീകൾ മുഴുവൻ സമാധിയിലായി അല്ലെങ്കിൽ മോക്ഷാവസ്ഥ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഗോപസ്ത്രീകളൊക്കെ പോയി എന്നല്ല ഇതിന്റെ അർത്ഥം, അവർക്കും അനുഭവിക്കാൻ സാധിച്ചു. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈശ്വരനെ അനുഭവിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിനെന്തുണ്ടായാൽ മതി? നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് വൃന്ദാവനം എന്നുള്ള കണ്ണ് മാത്രമല്ല, ഈ കാണുന്നതിനപ്പുറത്തൊരു വൃന്ദാവനം ഉണ്ട് എന്നുള്ള അകക്കണ്ണുണ്ടായാൽ മതി. അപ്പോഴത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഭഗവാനെ അനുഭവിക്കാനും ഭഗവാനെ കാണാനുമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഈ വന്നിരിക്കുന്നത് പോലും, ഈ കുമരനെല്ലൂർ ദേവീക്ഷേത്രം. കാരണം ഭഗവാനെ അനുഭവിക്കാൻ, ഇവൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനെ കിട്ടാൻ, ഒന്നുകൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ഭഗവാനെ കാണാൻ, വോട്ടവർ, അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ടത് ഭഗവതിയുടെ അനുഗ്രഹമാണെന്നാണ്. അതും വിശേഷിച്ച് എനിക്കറിയില്ലത് എന്തുകൊണ്ട് കോട്ടയത്ത് വേറെ ഹാള് കിട്ടാത്തതുകൊണ്ടാണോ ഇവിടെ ഷെഡ്യൂൾ ചെയ്തത്, അത് ഭഗവതി തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാണോ? കാരണം കാർത്യായനിയുടെ സഹായം ഇല്ലാതെ ഭഗവാനെ കിട്ടില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ഊട്ടുപുര എന്ന് പറയുന്നത് കാർത്യായനിയുടെ മണ്ണിലാണ്. കാർത്യായനിയുടെ സഹായം കൊണ്ട് മാത്രമേ ഭഗവാനെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എത്രയോ എത്രയോ ആളുകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെയൊക്കെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഇപ്പൊ കുമരനെല്ലൂർ കാർത്തിയായനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചേർത്തല കാർത്തിയായനി ആയിക്കോട്ടെ, അയ്യന്തോൾ കാർത്തിയായനി ആയിക്കോട്ടെ, കാർത്തിയായനി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം കാർത്തിയായനി മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് മൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ പ്രഭാഷണം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാർത്തിയായനിയെ ഭജിച്ചാലാണ് ഗുരുവായൂരപ്പനെ കിട്ടുള്ളൂ എന്ന് കൂടുതലായിട്ട് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന ഇവൻ, നിങ്ങൾ പോയി സഞ്ചരിച്ച വഴിയിലുള്ള അവിടെ താമസിച്ചിരുന്ന ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് പോലും ഭഗവാനെ കിട്ടിയിട്ടുള്ളത് കാർത്തിയായനിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഗോപസ്ത്രീകൾ ആണ് അതിലെ ഏറ്റവും ഒന്നാമത്തെ കാറ്റഗറി.
ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള നിരന്തരമായിട്ടുള്ള സ്മരണ, ഇതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഭഗവാനെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് കാർത്യായനിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം. ഭാഗവത്തില് കാർത്യായനി എന്നാണോ യഥാർത്ഥമുള്ള പ്രൊണൗൺസിയേഷൻ ഡൗട്ട് ഉണ്ട്. കാർത്യായനി എന്നാണ്. ഈ കർക്കിടകമാണോ കർക്കടകമാണോ ഏതാ ശരി? ഇന്നിപ്പോ അതിന്റെ ദിവസമല്ലേ, ഇന്നിപ്പോ അവിടെ പറഞ്ഞു. കർക്കിടകക്കാർ എത്ര പേരുണ്ടെന്ന് കൈവെക്കൂ. വള്ളിയുള്ള ആൾക്കാര് ഇല്ല. അപ്പൊ എല്ലാരും കർക്കിടകമാണ്. എന്നാ നിങ്ങൾ പറഞ്ഞാണ് ശരി, കർക്കടകം ആണ് ശരി. മങ്ങിയ പ്രകാശം ഉണ്ടാക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഈ സമയത്ത് വെളിച്ചം കുറവായിരിക്കുന്നു. ഞണ്ട് എന്നും അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് രാശിചക്രത്തിൽ അതിന്റെ അടയാളം ഞണ്ടായിട്ട് കാണിക്കുന്നത്. അതിന് മധുരക്കിഴങ്ങെന്നും കരിമ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതിന്റെ രാശിചക്രത്തിന്റെ അധിപനായിട്ട് ചന്ദ്രനെ കാണിക്കാറുണ്ട്. ചന്ദ്രന്റെ പ്രകാശവും ഇരുണ്ട പ്രകാശമാണ്. ഈ ഇരുട്ടിന്റെ ഒരു കാലഘട്ടം ആണല്ലോ കർക്കടകം എന്ന് തന്നെയാണ്. കാത്യായനി എന്നാണ്. കഥന്റെ മകളായിട്ട് ജനിച്ചത് കൊണ്ട് കാത്യായനി. ഗോപസ്ത്രീകൾ ഭഗവാനെ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപ സുതം ദേവി. അത്രേ ഉള്ളൂ. നന്ദഗോപന്റെ മകനായിട്ടുള്ള ഭഗവാൻ ഞങ്ങൾക്ക് പതിയായിട്ട് വരണമേ എന്ന് ഗോപസ്ത്രീകൾ പ്രാർത്ഥിച്ചത് ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണുവിനോടല്ല, മറിച്ച് ഈ കാണുന്ന കാത്യായനിയോടാണ്. അതുവരെ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമായിരുന്നു അല്ലെ? അതുവരെ ഗോപസ്ത്രീകൾക്ക് ഭഗവാന് വെണ്ണ കൊടുക്കാൻ സാധിക്കുമായിരുന്നു, ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ കാത്യായനിയുടെ അനുഗ്രഹം കിട്ടിയതിന് ശേഷമാണ് രാസലീലയിലൂടെ, രാസക്രീഡയിലൂടെ ഭഗവാനെ അനുഭവിക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്താലും പൂർണ്ണമായിട്ട് ഭഗവാനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ട്, ഇനിയിപ്പോ ഗോപസ്ത്രീകൾക്ക് മാത്രമാണോ കിട്ടിയിട്ടുള്ളൂ? അല്ല, ഇഷ്ടം പോലെ ആളുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭഗവതി അനുഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഭാഗവത സപ്താഹം മള്ളിയൂരിന്റെ മണ്ണാണ്, കോട്ടയം. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഭാഗവതം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക രുക്മിണി സ്വയംവരം നടന്ന സമയത്താണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാവും പൊതുവെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കല്യാണം കാണാൻ നമുക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ ഈ രുക്മിണി സ്വയംവരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് മറ്റേ ഇവിടേക്ക് സാരി കുത്തിയിട്ടുള്ള തിരുവാതിരക്കളി തുടങ്ങിയത്. പണ്ട് ആ തിരുവാതിരക്കളി ആയിരുന്നില്ല, വേറെ തിരുവാതിരക്കളിയായിരുന്നു. അപ്പൊ അതിൽ ഈ മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം പാടുന്നു സപ്താഹത്തിന് വരുന്ന ആചാര്യന്മാരൊക്കെ. നിങ്ങൾ പല ആൾക്കാരത് കേട്ടിട്ടുണ്ടാവും. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളമേകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർനീട. അങ്ങനെ പോകുന്നത്. ഈ രുക്മിണി സ്വയംവരം സമയത്ത് ഈ പാട്ട് പാടുന്ന സമയത്ത് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു വരിയുണ്ട്. കാരണം ഇത് നടക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രത്തിലാണ്. രുക്മിണിക്ക് എങ്ങനെയാണ് ഭഗവാനെ കിട്ടിയത്? അതും ഭഗവതിയുടെ അനുഗ്രഹം അല്ലാണ്ട് ഭഗവാനെ കിട്ടിയിട്ടില്ല. തന്റെ പരദേവതയായിട്ടുള്ള നമസ്യേ ത്വാംബികേ ഭീഷ്മം തുടങ്ങുന്ന ശ്ലോകം ഭാഗവത്തില് ഭഗവതിയോട് പ്രാർത്ഥിച്ചപ്പോഴാണ് അത്ര രുക്മിണിക്കും ആരെ കിട്ടിയത്? കൃഷ്ണനെ കിട്ടിയത്. ഈ പറഞ്ഞ പാട്ടിൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ദുർഗാചരണത്തെ പ്രാപിച്ചപ്പോൾ ദുർഘടം തീർത്തമ്മ രുക്മിണിക്ക് നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തി അയച്ചതല്ലേ എന്നാണ്. സോ എവിടെയൊക്കെ നമ്മൾ പോകുമ്പോഴും ഏത് അനുഭവത്തിനും നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലാതെ സാധിക്കില്ല. ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഒഴിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരൊറ്റ ഭാഗം കൂടെ പറഞ്ഞിട്ട് പോവാം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് രണ്ടു പേർക്ക് കൂടെ, രണ്ടല്ല കോടിക്കണക്കിന് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭാഗവത് അനുസരിച്ച് പ്രധാനമായിട്ടും രണ്ടു പേർക്ക് കൂടെ കൃഷ്ണനെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അയാൾക്ക് കിട്ടിയ വലിപ്പത്തിൽ ഭഗവാനെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അയാളുടെ കൂടി മണ്ണായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുന്നത്, നിങ്ങൾ അമ്പാടിയിലേക്ക് പോകുന്നത്. അത് ഭഗവാന്റെ മാത്രം നാടായതുകൊണ്ടല്ല, ഭഗവാന്റെ ഭക്തർ, ഭഗവാന്റെ പ്രിയപ്പെട്ടവർ ജീവിച്ച മണ്ണായതുകൊണ്ട് കൂടിയാണ് വൃന്ദാവനത്തിന്റെ മഹാത്മ്യം. കാരണം ഭഗവാൻ പറയുന്നു അഹം ഭക്തപരാധീന എന്നാണ്. ഞാൻ എന്റെ ഭക്തന്മാരെക്കാൾ ചെറുതാണെന്ന് കരുതുന്ന ആളാണ് ആര്? ഭഗവാൻ. എപ്പോഴും തന്റെ ഭക്തന്മാരെ ഉയർത്തുകയും ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കുന്ന സ്വഭാവമാണ് ഗുരുവായൂരപ്പൻ എപ്പോഴുള്ളത്.
ഗുരുവായൂരപ്പന്റെ ഭക്തരായാൽ തന്നെ പ്രശസ്തി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. അതൊരു ആനയാണെങ്കിൽ പോലും. കേശവനെ നിങ്ങൾക്കറിയാം, ഇന്ദ്രസനെ നിങ്ങൾക്കറിയാം. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം പലപ്പോഴും പറയാറുണ്ട് സജ്ജനങ്ങൾ. നാട് മൊത്തം നടന്ന് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവരെ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടി പാദസ്പർശം ഉണ്ടായ സ്ഥലമാണ് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. ഇനി പറഞ്ഞു വന്നത്, അതിലെല്ലാവരും ചിലപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങളിരിക്കുന്നവളൊക്കെ പറയാം ഗുരുവായൂരപ്പനോട് ഇഷ്ടമുള്ള ആൾക്കാർ, ഗുരുവായൂരപ്പനെ കൂടുതൽ അറിയണം താല്പര്യമുള്ള ആൾക്കാർ, വൃന്ദാവനത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ എത്രയോ നാളായിട്ട് ആഗ്രഹിച്ച് ആ മണ്ണിൽ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളുടെ ഉണ്ടാവും. ചില ആളുകൾ ഇത് എന്താണ് ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് പോയി നോക്കാമെന്ന് മെന്റാലിറ്റി വരുന്ന ആൾക്കാരുണ്ട്. കുറെ കാലമായി തുടങ്ങിയിട്ട് വൃന്ദാവനം എന്ന് പറഞ്ഞ ഒപ്പം വരുന്ന ആൾക്കാർ വേറെയുണ്ട്. ആ കാറ്റഗറിയിൽ പെട്ട ഒരാളായിരുന്നു കംസൻ. ആ കംസന് പോലും ഭഗവത് അനുഗ്രഹം പ്രാപ്തമായത് കാർത്യായനിയുടെ കടാക്ഷം കൊണ്ടാണെന്നാണ്. ഞാൻ ഈ പോയിന്റ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വൃന്ദാവനത്തിൽ നിങ്ങൾ പോകുന്നത് ഭഗവാന്റെ ജന്മസ്ഥലം, നന്ദകാവൊക്കെ കാണുന്ന സമയത്ത് ഭഗവാന്റെ ജന്മസ്ഥലം വൃന്ദാവനം എന്നുള്ള ഭാവമുണ്ട്. പക്ഷെ അത് ഭഗവാന്റെ മാത്രം ജന്മസ്ഥലം അല്ലാട്ടോ. അവിടെ ഒരാളുകൂടെ ജനിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ജന്മസ്ഥലം ശരിക്കും മധുര അല്ലെ? നന്ദകാവിൽ ജനിച്ച ഒരാളുണ്ട്, അയാളാണ് ഇവിടെ ഇരിക്കുന്നത്. യശോദയുടെ മകളായിട്ട് ജനിക്കുകയും വസുദേവരെടുത്ത് മധുരയ്ക്ക് കൊണ്ടുപോവുകയും കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിട്ട് ആകാശത്ത് 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട്, മൂഢനായ കംസ, ഒരു പെണ്ണായി പിറന്നതിന്റെ പേരിൽ നീ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് ചോദിച്ച ആളുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അത് കേവലം ഭഗവാന്റെ മാത്രം നാടാണെന്ന് കരുതരുത്. എല്ലാത്തിലും ഭഗവാനെ കാണുന്നതാണ് അല്ലെ? ആ കാർത്യായനി നിങ്ങൾ എത്ര പേര് ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ ഇന്ന് കർക്കിടകം ഒന്ന് വടക്കനാഥനിൽ ആഗ്നിയൂട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ദിവസമാണ്. അയ്യന്തോൾ കാർത്യായനി എന്ന് കൊണ്ടൊരു ക്ഷേത്രമുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ ഐതിഹ്യമായിട്ട് പറയാറ്, ഇപ്പൊ ഇവിടെ നമുക്കറിയാം കുമാരനായി പണ്ട് പണിതീർത്ത മന്ദിരം കുമാരനെല്ലൂരായി മാറി അല്ലെ? അയ്യന്തോൾ കാർത്യായനിയുടെ ഐതിഹ്യമായിട്ട് കേട്ടിട്ടുള്ളത്, കംസൻ ഈ കുട്ടിയെ പിടിച്ചിട്ട് പാറക്കല്ലിൽ അടിക്കാനായി കൈ പൊക്കിയ സമയത്ത് കുട്ടി ആകാശത്തേക്ക് തെറിച്ചു പോയി എന്നാണല്ലോ. പോണ പോക്കില് ഭഗവതി കംസന്റെ തോളിട്ട് ചവിട്ടി, ഇങ്ങനെ പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലേ പൊങ്ങുക, ഒരു ചവിട്ട് കൊടുക്കണ്ടേ, എന്തിലേലും ഒന്ന് കുതിച്ചു ചാടുക നമ്മൾ പറയില്ലേ? അപ്പൊ പോണ പോക്കിന് ഭഗവതി തോളിൽ ചവിട്ടിയ സമയത്ത് കംസന് അയ്യോ എന്റെ തോളെ എന്ന് വിളിച്ചത് കൊണ്ട് അയ്യന്തോളായി എന്നാണ്. പോട്ടെ, ദേവി പൊളിറ്റിക്സും സംസാരിച്ചു ചില ആചാര്യന്മാര് പറയാറുണ്ട്. പെണ്ണായി പിറന്നതിന്റെ പേരിൽ എന്നെ കൊല്ലുന്നു. ഇത് ഭഗവതിയാണെന്ന് അറിഞ്ഞല്ലോ വന്നത്. ദേവകി അമ്മ ആ കുട്ടിയെ മാത്രം പുറകിലേക്ക് പിടിച്ചു വെച്ചു എന്നാ പറയുക. ബാക്കി ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ കൊടുത്തു, ഈ കുട്ടിയെ മാത്രം പിടിച്ചു വെച്ചു. എന്തുകൊണ്ട്? ഇത് സ്വന്തം കുട്ടിയല്ല. മറ്റേതൊക്കെ പോയ ആർക്ക് പോയി? എനിക്ക് പോയി. ഇത് വേറെ ആരോ പെറ്റ കുട്ടിയാണെന്നുള്ള ബോധ്യമുണ്ട്, അതുകൊണ്ട് അത് മാത്രം തടഞ്ഞു. വസുദേവർ പറയുന്നുണ്ട്, നിങ്ങൾ കൃഷ്ണാട്ടം അവതാരം കാണുന്ന സമയത്ത് പറയും, അങ്ങേക്ക് പുത്രവധുവായിട്ട് തീരേണ്ടവളാണ്. അങ്ങേക്ക് ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ആ മകൻ വിവാഹം കഴിക്കേണ്ടത് നിങ്ങളെയാണ്. എന്റെ 8ാമത്തെ പുത്രൻ കൊല്ലുന്ന പറഞ്ഞത്, അല്ലാണ്ട് 8ാമത്തെ സന്തതി എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പുത്രിയാണ്, വധിക്കരുത് എന്ന്. ഇത്രയും പറഞ്ഞിട്ടും കൊല്ലുന്നു. അതുകൊണ്ട് അത്ര ഭഗവതി ചോദിച്ചത്, പെണ്ണായി പറഞ്ഞിട്ടും എന്നെ കൊല്ലുന്നു. പെണ്ണായി പറഞ്ഞതിന്റെ പേരിൽ ഒരു ഫെമിനൈൻ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ കാലത്ത്. ആ ചോദ്യമാണ് ചോദിച്ചത്. ചോദിച്ചിട്ട് ഭഗവതി പറഞ്ഞു അത്രേ, നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ കൊല്ലാന്ന്. എന്റെ പരദേവതയുള്ള തിരുമാന്താകുലമ്മയുടെ സ്തുതിയുണ്ട്, പൂന്താൻ എഴുതിയിട്ടുള്ളത്. പല ആളുകളും ചൊല്ലുന്നുണ്ടായിരിക്കും. കേശാധിപാതായിട്ടുള്ള ഘനസംഘം എന്ന് വിളിക്കും. അതിൽ അമ്മയുടെ ഹുങ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ ഹുങ്കാരം കൊണ്ട് തന്നെ എത്രയോ കോടിക്കണക്കിന് അസുരന്മാരില്ലാണ്ടാവുന്നു. അമ്മ ഒന്ന് ഉറക്കെ ശ്വാസം വിട്ടാൽ. ഇപ്പൊ കാർത്യായനി ഭഗവതി കംസനോട് പറയുന്നുണ്ട്, നിന്നെ ആണെങ്കിൽ എനിക്ക് ഇപ്പൊ കൊല്ലാം, ഈ നിമിഷം കൊല്ലാം, പക്ഷെ ഞാൻ നിന്നെ കൊല്ലില്ല. എന്തുകൊണ്ട്? കൃഷ്ണൻ വന്ന് കൊല്ലും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, കൊല്ലാനാണെങ്കിൽ പോലും നീ എന്റെ കാലിൽ പിടിച്ചല്ലോ എന്നാണ്. എന്റെ കാലിൽ നീ തൊട്ടു. എന്റെ കാലിൽ തൊട്ട ആൾക്കാരെ ഞാൻ കൊല്ലാറില്ല. കാരണം കാലിൽ തൊട്ട സമയത്ത് ഏത് ഭാവത്തിൽ കാണുന്നു എന്നുള്ളതാണ്. എന്റെ കൊല്ലാനുള്ള മെന്റാലിറ്റി ആണെങ്കിൽ പോലും, കാരണം ഈ ഏട്ടനും അനിയത്തിക്കുള്ളത് ഒരേ സ്വഭാവമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കൊല്ലാനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോലും പാല് കൊടുത്ത ഒരാൾക്ക് അമ്മയുടെ പദവി കൊടുത്ത ആളാണ് ഭഗവാൻ.
കൊല്ലാനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാല് പിടിച്ച ആൾക്ക് അനുഗ്രഹം കൊടുത്തു എന്നാണ്, ശീഘ്രം നിന്റെ മരണം സംഭവിക്കട്ടെ. അത് ഏത് മരണം? ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം. അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ പറയണം. ഇവിടെ അതിന്റെ അന്തരീക്ഷമാണ് മോക്ഷം.